തിരുവനന്തപുരം നഗരം അംഗീകരിച്ചാണ്, ഈ നാട് മുഴുവൻ അംഗീകരിച്ചാണ്. അങ്ങനെ സ്ത്രീകളുടെ ഏറ്റവും വലിയ ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയാൻ ഇനി അതിൽ മടിയൊന്നും വിചാരിക്കേണ്ട, അല്ലെ? സ്ത്രീകളുടെ ഏറ്റവും വലിയ ഉത്സവമാണ്. ചരിത്രത്തിലേക്ക് വന്നാൽ ഈ ആറ്റുകാൽ എന്ന് പറയുന്നത് കണ്ണകി ദേവിയുടെ അവതാരമാണ്, അല്ലെങ്കിൽ ദേവി കണ്ണകിയായിട്ടാണ് ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത്. കണ്ണകി ഈ കാണുന്നത്, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നമ്മുടെ പുറകിൽ കാണുന്നതാണ് ഇവിടെ ദേവിയെ കാപ്പ് കെട്ടി ഇരുത്തിയിരിക്കുന്ന സ്ഥലം. ഇവിടെ തോറ്റംപാട്ട് കഴിഞ്ഞ 9 ദിവസങ്ങൾ, ഇന്ന് 9ാം ദിവസമാണ്, കഴിഞ്ഞ 9 ദിവസങ്ങളിൽ ഇവിടെ തോറ്റംപാട്ട് പാടുന്നുണ്ട്. അതായത് കണ്ണകി ചരിതമാണ് പാടുന്നത്. കണ്ണകി ചരിതത്തിൽ പാണ്ഡ്യരാജാവിനെ കണ്ണകി നിഗ്രഹിക്കുന്ന ദിവസമാണ് ഈ പൊങ്കാല മഹോത്സവം നടക്കുന്നത്. അത് അനീതിക്ക് മേൽ നീതിയുടെ വിജയമാണ്, തിന്മയ്ക്ക് മേൽ നന്മയുടെ വിജയമാണ്. എപ്പോഴും സത്യം വിജയിക്കുമെന്നതിന്റെ ഏറ്റവും വലിയ ഓർമ്മപ്പെടുത്തലാണ്. അങ്ങനെ ആ രീതിയിൽ കൂടി നമ്മൾ ഓരോരുത്തരിലുമുള്ള നന്മയെ, സത്യത്തെ ഓർമ്മിപ്പിക്കുന്ന ദിവസം കൂടിയാണ് ആറ്റുകാൽ പൊങ്കാല. ഐതിഹ്യങ്ങളും ഉണ്ടെങ്കിലും എല്ലാവരുടെയും മനസ്സിൽ ആറ്റുകാലമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷമങ്ങളൊക്കെ വന്ന് പറയാൻ പറ്റുന്ന ഒരാൾ. നമ്മുടെ വീട്ടിൽ നമ്മൾ എപ്പോഴും എല്ലാ കാര്യങ്ങളും പറയാൻ നമ്മുടെ അമ്മയോടായിരിക്കും. നമ്മുടെ ഏറ്റവും ദുഃഖം വരുമ്പോൾ നമ്മളൊന്ന് ഓടിപ്പോയി പൊട്ടിക്കരയുന്ന അമ്മയോടായിരിക്കും. ഇവിടെ വന്ന് പലരെയും ഇപ്പൊ ശ്രീജിക്ക് നോക്കിയാൽ കാണാം, എല്ലാവരുടെയും മുഖത്ത് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അപ്പൊ അവര് എല്ലാ കാര്യങ്ങളും അമ്മയോട് തുറന്നു പറഞ്ഞാൽ ഞാൻ ഓക്കെ ആണ് എന്ന് സ്വന്തമായിട്ട് അവർക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും. അതുകൊണ്ട് തന്നെയാണ് ആറ്റുകാൽ അമ്മ അല്ലെങ്കിൽ അമ്മച്ചി എന്നൊക്കെ ആറ്റുകാൽ അമ്മച്ചി എന്നാണ് പറയുന്നത്. അതെ, ആറ്റുകാൽ അമ്മച്ചി. തിരുവനന്തപുരത്തുകാരെ ഒരുപാട് പേര് കളിയാക്കി പറയും എന്റെ ആറ്റുകാൽ അമ്മച്ചി. പക്ഷെ ആറ്റുകാൽ പക്ഷെ ഒരു വ്യത്യാസമില്ല. ആറ്റുകാൽ അമ്മയും നമ്മളും തമ്മിൽ, നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മയോട് പറയുന്ന പോലെയാണ് കാര്യങ്ങൾ. നമ്മൾ ഏറ്റവും വിശ്വസ്തയോടെ, നമ്മൾ ഏറ്റവും പ്രതീക്ഷയോടെ, ഉറപ്പോടെ കാര്യങ്ങൾ പറയുന്നത് എപ്പോഴും നമ്മുടെ അമ്മമാരുടെ അടുത്താവും. ആ ഉറപ്പാണ് ഇവിടെ എത്തുന്ന ഈ ഭക്തലക്ഷങ്ങൾക്ക് മുഴുവൻ ഉള്ളത്. ഇവിടെ വന്നൊരു കാര്യം പറഞ്ഞാൽ അത് നടത്തി കൊടുക്കുമെന്ന ഉറപ്പ് അവർക്കുണ്ട്. ആ ഉറപ്പ് പാലിക്കാൻ അവർ അടുത്ത വർഷവും എത്തും. ഇന്നലെ ഞാൻ എന്റെ വീട്ടിൽ എന്റെ അമ്മയോട് സംസാരിക്കുമ്പോൾ പറയായിരുന്നു, ഒരു തവണ പൊങ്കാല ഇട്ടാൽ അവർക്കൊന്നും ഈ കൾച്ചറുമായിട്ട് ഒരു ബന്ധമില്ലാത്തവരായിരുന്നു. ഒരു തവണ ഇട്ടാൽ വീണ്ടും ഇടാൻ തോന്നും. അത് ഒരു തിരിച്ചു വിളിക്കലായിട്ടാണ് അവർ കാണുന്നത്. ഇവിടെ നിന്ന് ഇന്നത്തെ ദിവസം പൊങ്കാലയിട്ട് മടങ്ങുമ്പോ ആദ്യം അവർ ഉറപ്പിക്കുന്നത് അടുത്ത വർഷം പൊങ്കാലയ്ക്ക് എത്തണം എന്നായിരിക്കും, അല്ലെ? വിശ്വാസികളും വിശ്വാസമില്ലാത്തവരും അവിശ്വാസികളും ഒക്കെ നമ്മുടെ ചാനൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത്, ഒരു തവണ വന്ന് പൊങ്കാല ഇട്ട് വീണ്ടും വരുന്നു, അവരുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരുന്നു. മനസ്സിലൊന്നും തോന്നിട്ട് ഒരു കാര്യമില്ല. എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് ഉണ്ടായിട്ടായിരിക്കുമല്ലോ അല്ലെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മള് എന്തിനാണ് ഈ റോഡിൽ പോയിട്ട് ഇത് ഇടുന്നതെന്നൊക്കെ ചോദിക്കുന്നവരൊക്കെ കണ്ടിട്ട് അവരോടൊക്കെ വീട്ടിലിരുന്ന് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നത് ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. റോഡിലിരുന്ന് വയണയിലയില് അല്ലെങ്കിൽ തെരളി ഇലയില് ആ ഒരു ഒരുക്ക് രാവിലെ ഞങ്ങൾ വരുമ്പോ തന്നെ, ഞാൻ കഴിഞ്ഞ ദിവസം ഓഫീസിൽ നിന്ന് പോകുമ്പോൾ ശ്രദ്ധിക്കായിരുന്നു, ഒരു 5 ദിവസം മുൻപ് കവടിയാർ ഭാഗത്തൊക്കെ കല്ല് നിരത്തി വെച്ചിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെയൊക്കെയാണ്. പുതിയ ട്രെൻഡ് എന്താണെന്നറിയോ, നമ്പർ എഴുതി വെക്കും, മറ്റേ പേപ്പറിൽ പേര് നമ്പറൊക്കെ എഴുതി വെച്ച്. 5 ദിവസം മുന്നേ ഞാൻ കണ്ടു. ഇന്നലെയൊക്കെ ആയപ്പോ, ഇന്നലെ രാത്രി വെറുതെ ഈ നഗരത്തിന്റെ ഒരു വൈബ് അറിയാൻ, പൊങ്കാല വൈബ് അറിയാൻ ഇറങ്ങിയപ്പോ എല്ലാ വശങ്ങളിലും കല്ല് നിരത്തി കഴിഞ്ഞു, കലം വെച്ച് കഴിഞ്ഞു. ഇനിയുള്ള ഈ സമയമുണ്ടല്ലോ, ഈ സമയത്ത് വലിയൊരു ഒരുക്കത്തിന്റെ സമയമാണ്. എന്തൊക്കെയാ അശ്വതി സ്ഥിരം കാണാറുള്ള കാഴ്ചകൾ? ഈ തേങ്ങ ചിരകി വെക്കുന്നവരുണ്ട്, നേരത്തെ തേങ്ങ ചിരകി കൊണ്ടുവരുന്നവരുണ്ട്. പക്ഷെ അവിടെ വന്നിരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് തേങ്ങ ചിരകുന്നതിന് ഒരു സുഖമാണ്. പ്രത്യേകിച്ച് ശ്രീജ, ഇവിടെ പൊങ്കാലയ്ക്ക് മാത്രം കിട്ടുന്ന ചില സുഹൃത്തുക്കളുണ്ട്. പൊങ്കാലയ്ക്ക് മാത്രമേ അവർ കാണുള്ളൂ. പൊങ്കാല മീൻസ് അവര് വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യും. പൊങ്കാല അടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ നമ്മുടെ തിരുവനന്തപുരത്തുകാരായിരിക്കും ചിലപ്പോ ഇവിടെ ഉണ്ടാവുക, അവർ വരുന്നവരുണ്ടാവും. അപ്പൊ അവരുമായിട്ട് ആദ്യമൊക്കെ ചിലപ്പോൾ മുട്ടനടിയായിരിക്കും. ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്ഥലമില്ല, നീങ്ങിയിരിക്കുന്നൊക്കെ പറഞ്ഞു. പക്ഷെ പോകുന്ന സമയത്ത് ഒരു സുഹൃത്തിനെ കൊണ്ടായിരിക്കും അവർ വീട്ടിലേക്ക് പോവുക എന്നുള്ളതാണ്. പലയിടത്തു നിന്നും ഉള്ള ആളുകൾ ഒരുമിച്ച് പൊങ്കാലയിട്ട് അവിടെ ഒരു സൗഹൃദം